എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഗോമതിയുടെയും ബാലിന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് സിനിമാ ടിക്കറ്റിന് 1600 രൂപയായി കഴിഞ്ഞപ്പം ബാലിന് ഒരു ഞെട്ടലാണ് ഉണ്ടായത്. ദൈവമേ, 1600 രൂപയാ. പെട്ടെന്ന് ആനന്ദ് പറഞ്ഞു, അച്ഛാ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തോളാന്ന് പറയണം. ടിക്കറ്റ് ക്യാൻസൽ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ടിക്കറ്റ് ബുക്ക് ചെയ്തല്ലേ, പോയിട്ട് വരാൻ പറയണം. ക്യാൻസൽ ചെയ്യാന്ന് പറഞ്ഞു കഴിയുമ്പത്തേനും ശ്രീദേവിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ബാലനങ്ങ് അകത്തേക്ക് കയറി പോവാ. ഈ സമയത്ത് മീനാക്ഷി മിത്രം പരസ്പരം നോക്കി ചിരിക്കുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞ് കഴിയുമ്പത്തേനും മീനാക്ഷി മിത്രം കൂടെ ചെന്ന് കഴിയുമ്പത്തേനും ഗോമതി ഇങ്ങനെ ആലോചിച്ച് താടിക്ക് കൈയൊക്കെ കൊടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ഈ കാഴ്ച കണ്ടതും മിത്രനെ മീനാക്ഷി ഒന്ന് തോണ്ടി. പെട്ടെന്ന് മീനാക്ഷി വെച്ചു, എന്തു പറ്റിയമ്മേ, എന്താ വല്ലാത്തൊരു മുഖത്ത് സങ്കടം എന്ന് ചോദിക്കണേ. ഒന്നുമില്ല, എന്തോ കാര്യമായിട്ട് പ്രശ്നം ഉണ്ടെങ്കിലോ എന്താണെങ്കിലും പറ. എന്നാലും ഞാൻ ആലോചിക്കുമായിരുന്നു, 2 സിനിമാ ടിക്കറ്റിന് 1600 രൂപ. 1600 അതാണോ അമ്മ ആലോചിച്ചോണ്ടിരുന്നെന്ന് മീനാക്ഷി ചോദിക്കുക. അതെ, എന്നാലും ബാലേട്ടൻ ഇതെങ്ങനെ സഹിക്കുമെന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പം മിത്ര പറഞ്ഞു, അല്ലെങ്കിലും അങ്കിളിനൊരു ഇത്തിരി ഇതുണ്ട് കൂടുതലുണ്ടായിരുന്നു. അങ്കിളായിട്ട് കൂട്ടിക്കൊണ്ട് വന്ന മരുമോളല്ലേ, അപ്പൊ മരുമോള് തന്നെ ഉഗ്രം പണി കൊടുത്തില്ലെന്ന് ചോദിക്കുക. ഇത് കേട്ടതും ഗോമതി പറഞ്ഞു, ഇങ്ങനൊന്നും പറയില്ലെന്ന് പറയണ. മീനാക്ഷി പറഞ്ഞു, പിന്നെ എങ്ങനെ പറയണം, എന്താണെങ്കിലും നല്ല ബുദ്ധിമതി തന്നെയാ ശ്രീദേവടുത്തി, അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തേ. കൃത്യം അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്തു, വേണ്ടെന്ന് കാര്യങ്ങളെല്ലാം ബുക്ക് ചെയ്തു, പിന്നെ കുഴപ്പമൊന്നും ഇല്ലല്ലോ. ഇത് കേട്ടപ്പോൾ ഗോമതി, എടി എന്റെയൊക്കെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇന്ന് വരെ ഇങ്ങനെയൊന്നും പോയിട്ടില്ല, ഇത്രയും രൂപ കൊടുത്തിട്ട് അറിയാവോ. അന്നത്തെ കാലത്ത് ഈ 1600 രൂപ ഉണ്ടായിരുന്ന അരപ്പാണ്ട് സ്വർണം മേടിക്കാരെന്ന് പറയണം. മിത്ര പറഞ്ഞ അന്നത്തെ കാലം അല്ലല്ലോ ഇത്. എന്നാലും ഇത് ഈ സമയത്താണെങ്കിലും ഈ 1600 രൂപയ്ക്ക് എന്തൊക്കെ സാധനങ്ങൾ മേടിക്കാം, ഒന്നുമില്ലേലും ഒരു 1.5 കിലോ മട്ടനെങ്കിലും മേടിക്കാലോ എന്ന് ചോദിക്കുകയാണ്. അതെ അതെ, ഫുഡ് കഴിക്കുന്ന കാര്യം മാത്രം ചിന്തിച്ചാൽ മതി എന്ന് പറഞ്ഞ് മീനാക്ഷി കളിയാക്കുവാണ്. ഈ സമയം ഗോമതി പറഞ്ഞ്, കളിയാക്കൊന്നും വേണ്ട, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ കല്യാണത്തിന് ശേഷം സിനിമ കാണാൻ പോയല്ലോ രണ്ടുപേരും കൂടെ, എന്നിട്ടോ എത്ര രൂപയായെന്ന് ചോദിക്കോ. അതോ അതൊരു ടിക്കറ്റിന് 100 രൂപ വെച്ച് 10-200 രൂപ ആയതുള്ളെന്ന് പറയണം. അതും ഏറ്റവും ഫ്രണ്ടിലായതുകൊണ്ട് അത്രയും പണം ആയുള്ളൂ. ഏറ്റവും പുറയിലൊക്കെയാണ് നല്ല എമൗണ്ട് ആയിരം. അതെങ്ങനെയാ, ആ സമയത്ത് അച്ഛൻ തന്നെയല്ലേ ടിക്കറ്റ് എടുത്തു തന്നെ. ഏറ്റവും ഫ്രണ്ടിൽ കൊണ്ട് ഇങ്ങനെ കഴുത്തിങ്ങനെ നേരെ പിടിച്ച എന്തൊരു ബുദ്ധിമുട്ടായിരുന്നു അറിയാവോ. ആ സിനിമയൊന്ന് കണ്ടിറങ്ങുമ്പോൾ കഴുത്തിന് വേദന ആണ്, ഒരു രക്ഷയില്ലായിരുന്നു. പിന്നീടോ ഇപ്പൊ പോപ്കോണും ജ്യൂസും ഒക്കെ വാങ്ങിച്ചിരിക്കുന്നു. ഇവിടെ ഞങ്ങൾക്ക് വെള്ളം, അവിടെ ചെന്നിട്ട് കഴിക്കാനുള്ള ചിപ്സ് വരെ തന്നു വിട്ടത് അതിന്റെ പൈസ ലാഭിക്കാനായിട്ട്. എന്നിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട് പുതിയ മരുമോള് എന്ന് ചോദിക്കുകയാണ്. ഗോമതി പറഞ്ഞു, എന്തേലും പറയാൻ പറ്റുമോ, ബാലേട്ടനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ബാലേട്ടന്റെ അക്കൗണ്ടിൽ നിന്ന് പണം പോയതിന് ശേഷമല്ലേ ബാലേട്ടൻ ഇത്രയും രൂപയാന്ന് അറിഞ്ഞേ. ഇത്രയും രൂപയൊന്നും ബാലേട്ടൻ അറിയത്തില്ലായിരുന്നല്ലോ എന്ന് പറയാം. ഇത് കേട്ടപ്പോ മീനാക്ഷി പറഞ്ഞു, ഇതൊക്കെ ചെറുത്, ഇനിയിപ്പോ വരാൻ പോകുന്നുള്ളെന്ന് പറയണ. എന്ത്, അല്ല തുടക്കമല്ലേ ആയിട്ടുള്ള അമ്മയെന്ന് പറയണം. ദേ നീ ഇങ്ങനെയൊന്നും പറയില്ല മീനാക്ഷി, അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ബാലേട്ടൻ ആകെപ്പാടം നെഞ്ചുപൊട്ടി ഇരിക്കുമായിരിക്കും. 1600 രൂപ പോയല്ലോ എന്ന് ഓർത്തിട്ട്. മീനാക്ഷി പറഞ്ഞു, ഇനിയിപ്പൊ ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അമ്മേ, നടക്കാനുള്ള നടന്നു. അവര് സന്തോഷമായിട്ട് സിനിമയ്ക്ക് പോയിട്ട് വരട്ടെ, അവരെങ്കിലും സന്തോഷിക്കട്ടെ. ഞങ്ങളൊക്കെ പണ്ടാരണ്ട് പറഞ്ഞ പോലെ വലിഞ്ഞു കയറി വന്നവരെ പോലെ വന്നതല്ലേ, ഞങ്ങൾക്ക് അതുകൊണ്ട് ഇത്രയും വലിയ കാര്യങ്ങളൊന്നും ആരും ചെയ്തു തരത്തില്ലോ എന്നൊക്കെ പറയണം. ഇത് കേട്ടോ ഗോമതി പറഞ്ഞു, ഇങ്ങനൊന്നും പറയില്ലെന്ന് പറയണം. പിന്നെ ഞങ്ങൾ പറഞ്ഞ ശരിയല്ലേ അല്ലേ മിത്രയെന്ന് ചോദിക്കണം. മിത്ര പറഞ്ഞ, അത് ശരിയാന്ന് പറയണം. ഈ സമയം ബാലൻ മുറി പോയിട്ട്, ദൈവമേ 1600 രൂപ, ശോ എത്ര രൂപ, ഇത്രയും രൂപയൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനെ സിനിമാ ടിക്കറ്റിനൊക്കെ വേണ്ടി, അതും 2 ടിക്കറ്റിന് കുറച്ച് സമയം, ഒരു 1.5-2.5 മണിക്കൂർ സമയത്തേക്ക് വേണ്ടിയിട്ടാണ് ഈ 1600 രൂപ. 1600 രൂപ ഉണ്ടാക്കണമെങ്കിൽ താൻ എത്രമാത്രം കഷ്ടപ്പെട്ടാലാ എന്നൊക്കെ ഓർത്തിട്ട് ബാലൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. പോട്ടെ, ഒരബദ്ധം ആർക്കും പറ്റും, ഇനിയിപ്പം അതൊക്കെ നോക്കിയും കണ്ട് ചെയ്താൽ പോരെ എന്നൊക്കെ ഓർത്ത് ബാലൻ സ്വയവേ സമാധാനിക്കുമായിരുന്നു. ആ സമയം പിന്നീട് ശ്രീദേവി സിനിമയ്ക്ക് പോകാനായിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുകയാണ്. ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ടാണ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണേ. ആ സമയത്ത് ആനന്ദ് അങ്ങോട്ടേക്ക് കയറി വന്നു. ആനന്ദിനെ കണ്ടപ്പോൾ ശ്രീദേവി പറഞ്ഞു, ദേ ആനന്ദേട്ടാ, ഈ മുന്താണിയൊക്കെ ഒന്ന് പിടിച്ച് നേരെയാക്കിയിട്ട് തരുമെന്ന് ചോദിക്കുക. മുന്താണിയോ, അല്ല ഈ സാരിയുടെ അടിഭാഗമേ അതെങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടക്കുക. ഇത് കണ്ടപ്പോൾ ആനന്ദ് പറഞ്ഞു, ഇതൊന്നും എനിക്ക് അറിയില്ല എന്ന് പറയണം. പെട്ടെന്ന് ശ്രീദേവി പറഞ്ഞു, ഓ ശരി എന്നാ കുഴപ്പമില്ല എന്ന് പറയണം. ആനന്ദ് പറഞ്ഞു, പറഞ്ഞു തന്നാൽ മതി, എങ്ങനെയാന്ന് ഞാൻ ചെയ്തോളാന്ന് പറയാം. അത് കുഴപ്പമില്ല ആനന്ദേട്ടാന്ന് പറയാം. പിന്നീട് ആനന്ദിന്റെ മുഖത്തോട്ട് ചോദിച്ചു, എന്ത് പറ്റി ആനന്ദേട്ടാ, വല്ലാത്തൊരു വിഷമം ഉണ്ടല്ലോ എന്ന് ചോദിക്കാം. ഒന്നുമില്ല, സിനിമയ്ക്ക് പോകാൻ ഇഷ്ടമില്ലേ, എന്നാ ഒരു കാര്യം ചെയ്യാം, ഇപ്പൊ തന്നെ നമുക്ക് ടിക്കറ്റ് ക്യാൻസൽ ചെയ്തേക്കാന്ന് പറയാം. വേണ്ട, അതിന്റെ കാര്യമില്ല, ടിക്കറ്റ് ക്യാൻസൽ ചെയ്യണ്ടെന്ന് പറയാം.
പിന്നെ മുഖത്ത് സങ്കടം എന്ന് പറഞ്ഞാൽ 1600 രൂപയെ. ഇവിടെ ആരും ഇങ്ങനെയൊന്നും ഇത്രയും പൈസ മുടക്കി ആരും ഇതിലായിട്ട് സിനിമയ്ക്ക് പോയിട്ടില്ലെന്ന് പറയാം. ഇത് കേട്ടപ്പം ശ്രീദേവി പറഞ്ഞു, എന്റെ വീട്ടിലൊക്കെ ആയിരിക്കണം. ഞങ്ങളൊന്ന് ക്ഷേത്രത്തിൽ പോയിട്ട് വരുമ്പം തന്നെ 10,600 മുകളിലാവും. കാരണം പുറത്തുനിന്ന് ഫുഡൊക്കെ ചിലപ്പോൾ കഴിച്ച് അങ്ങനെയൊക്കെ ആയിരിക്കും ഞങ്ങൾ പോയിട്ട് വരുന്നേ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ ചെറുതല്ലേന്ന് ചോദിക്കുക. പെട്ടെന്ന് ആനന്ദ് പറഞ്ഞു, അത് പിന്നെ അവിടെ ഇഷ്ടംപോലെ പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, അച്ഛൻ ഞങ്ങളെ അങ്ങനെയല്ല വളർത്തിയെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ശ്രീദേവിയുടെ മുഖം അങ്ങോട്ട് മാറി. പിന്നീട് ആനന്ദ് പറഞ്ഞു, സാരമില്ല, ഞാൻ സങ്കടപ്പെടാൻ പറഞ്ഞൊന്നുമല്ല. ഇനി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നോക്കിയും കണ്ടും വേണം ചെയ്യാനായിട്ട്. അത് ഞാൻ പറഞ്ഞോളെന്ന് പറയാം. ശരി ആയിക്കോട്ടെ ആനന്ദേട്ടാന്ന് പറയാം. പിന്നീട് അവിടെ നിന്ന് മുല്ലപ്പൂ എടുത്തിട്ട് പറഞ്ഞു, ഇതൊന്ന് വെച്ച് തരാമെന്ന് ചോദിക്കണം. അങ്ങനെ ആനന്ദ് മുല്ലപ്പൂ ഒക്കെ വെച്ച് കൊടുത്തു. മുല്ലപ്പൂ ഒക്കെ വെച്ച് കൊടുത്ത് പറഞ്ഞു, ശ്രീദേവി പറഞ്ഞു, നമ്മൾ ആദ്യമായിട്ടല്ല സിനിമ കാണാനായിട്ടൊക്കെ പോകുന്നേ. ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു സെൽഫി എടുത്താലോ എന്ന് ചോദിക്കുക. അങ്ങനെ രണ്ടുപേരും കൂടെ ചേർന്ന് നിന്ന് ഒരു സെൽഫി ഒക്കെ എടുക്കുവാണ്. അങ്ങനെ അവർ സന്തോഷത്തോടെ സിനിമ കാണാനായിട്ട് പോകാൻ ഇറങ്ങുക. അങ്ങനെ ഒരുങ്ങി ഇറങ്ങി പുറത്തേക്ക് വന്നുമ്പോഴത്തേനും മീനാക്ഷിയും മിത്രയും കൂടെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ സമയം ശ്രീദേവി അങ്ങോട്ടേക്ക് വന്നിട്ട്, ഞങ്ങളെ സിനിമ കണ്ടിട്ട് വരാമെന്ന് പറയണം. ശരി, സന്തോഷത്തോടെ പോയിട്ട് വരാനൊക്കെ മീനാക്ഷിയും മിത്രയും കൂടെ പറയാണ്. ആനന്ദ് ചോദിച്ചു, അല്ല അമ്മ എന്തെന്ന് ചോദിക്കാണ്. പിന്നീട് ഗോമതിനെ വിളിച്ചു കഴിയുമ്പോഴത്തേനും ഗോമതി അങ്ങോട്ടേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, സിനിമ കാണാൻ ഇറങ്ങുവാണെന്ന് നിൽക്കുക. അതെ, പോയിട്ട് വരാം അമ്മയെന്ന് പറയണം. സൂക്ഷിച്ചും കണ്ടുമൊക്കെ പോയിട്ട് വരണം കേട്ടോ എന്ന് പറയണം. ശരിയെന്ന് പറയണം. പിന്നീട് ശ്രീദേവി ചോദിച്ചു, അല്ല മീനാക്ഷിയൊക്കെ എപ്പോഴാണ് പോണേന്ന് ചോദിക്കുകയാണ്. ട്രെയിനിങ്ങിന്. അത് 10 മണിയുടെ ബസ്സിനാന്ന് പറയണം. ആ ശരി, 10 മണി. സിനിമ കഴിയുമ്പോഴത്തേനും ഒരു 9 മണി കഴിയും. ഇവിടെ എത്തുമ്പോഴത്തേനും ഒരു 9:30 ആകുമ്പോഴത്തേനും ഞങ്ങൾ ഇവിടെ എത്തും. ഞങ്ങൾ വന്നിട്ട് പോയാൽ മതി എന്ന് പറയാം. ഇത് കേട്ടപ്പോൾ മീനാക്ഷി പറഞ്ഞു, അതെന്തിനാ, ഞങ്ങൾ പോയിക്കോളാം. അല്ലെങ്കിൽ ഞങ്ങള് ആ പോകുന്ന വഴിക്ക് പോകാൻ പോകുന്നല്ലോ. 2 ദിവസം കഴിയുമ്പോൾ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരത്തില്ല. പിന്നെന്താ കുഴപ്പം, നിങ്ങൾ പോയി സിനിമയെ കണ്ട് അടിച്ചു പൊളിച്ചിട്ട് പോരെ, ഞങ്ങൾ പോയിക്കൊള്ളാന്ന് പറയണം. അത് കേട്ടപ്പോൾ ആനന്ദിന് ആപ്പെടൊരു വിഷമം. പോണ സമയത്ത് ഇവിടെ യാത്രയാക്കാൻ ഇവിടെ ഇല്ലല്ലോ എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നീട് ഗോമതി പറഞ്ഞു, എന്നാ ശരി നിങ്ങൾ പോയിട്ട് വാ എന്നൊക്കെ പറഞ്ഞ് അവരെ അങ്ങോട്ട് പറഞ്ഞു വിടുവാണ്. ഈ സമയം ഗോമതി പറഞ്ഞു, എന്നാലും 1600 രൂപ, 10-20 കിലോ അരി മേടിക്കാരെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ മിത്ര പറഞ്ഞു, അരി മേടിച്ചിട്ടുണ്ടെങ്കിൽ സിനിമ കാണാൻ പറ്റുമോ അപ്പച്ചീന്ന് ചോദിക്കുക. പിന്നെ സിനിമ കാണാനായിട്ട് ഇത് കുറച്ച് ദൂരത്തായി പോയി എന്ന് പറയാണ്. അതെ, പറഞ്ഞിട്ട് കാര്യമില്ല, അച്ഛൻ തന്നെയല്ല ഇങ്ങനത്തെ വയ്യാവേലികളൊക്കെ പിടിച്ചു വെക്കുന്നേ, അനുഭവിച്ചോട്ടെ എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറി പോവാണ്. പിന്നീട് മീനാക്ഷിയും ആകാശവും ഒക്കെ ട്രെയിനിങ്ങിന് പോകാനായിട്ട് റെഡിയായിട്ട് വരുവാണ്. ആ സമയം ബാലനോടെ കണക്കൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ഗോമതിയും അവരൊക്കെ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി പറഞ്ഞു, ഞങ്ങൾ പോയിട്ട് വരാച്ചാന്ന് പറയണം. ആകാശം പറഞ്ഞ് പോയിട്ട് വരാന്ന് പറയണം. അപ്പോഴേക്കും ഗോമതി എന്ത് ചെയ്യണം, കയ്യിലിരിക്കുന്ന വെള്ളം കൊണ്ടത് കൊടുത്തിട്ട് നമ്മളെ വെള്ളം പിടിച്ചോളാൻ പറയണം. എന്തിനമ്മേ കുപ്പിക്കാത്ത വെള്ളം, ഇതൊക്കെ ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിച്ചോളാന്ന് പറയണം. ബാലൻ പറഞ്ഞു, അത് വീട്ടിൽ നിന്ന് ഉണ്ടായാലും എന്താ കുഴപ്പം, 20 രൂപ പോകത്തില്ല ഒരു വെള്ളത്തിന്, അത് കയ്യിലിരിക്കട്ടെ എന്ന് പറയാം, അത്ര ലാഭമായില്ലേന്ന് ചോദിക്കുകയാണ്. ഇത് ചിലപ്പം മീനാക്ഷി മിത്രനെ നോക്കുകയാണ്. മിത്രയ്ക്ക് ചിരി വന്നു. പിന്നീട് ആകാശം എന്നാ ശരിയച്ചാ പോയിട്ട് വരാന്ന് പറഞ്ഞപ്പോഴത്തേനും ഗോമതി ഒരു നോക്കിയും കണ്ടുമൊക്കെ പോണം മോനെ. പിന്നെ ഒരു കാര്യമുണ്ട്, അതെ ബസ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്, പിന്നെ നീ ഇടയ്ക്ക് എവിടെയെങ്കിലും ഇറങ്ങിയേക്കല്ലെന്ന് പറയാണ്. ബസ് നിർത്തി കഴിയുമ്പോൾ എന്തിനാമേ, അല്ല നിന്റെ സ്വഭാവം ആയതുകൊണ്ട് നീ ചിലപ്പോൾ ഇടയ്ക്ക് ഇറങ്ങും. അതൊന്നും കുഴപ്പമില്ലാന്ന് പറയാണ്. ഇനിയിപ്പോൾ അങ്ങനെ ഇറങ്ങിയാൽ തന്നെ ഞാൻ ഇവളെയും കൊണ്ട് ഇറങ്ങിക്കോളാന്ന് പറയാണ്, മീനാക്ഷിനെയും കൊണ്ട്. ഓഹോ, അപ്പൊ രണ്ടുപേരും കൂടെ ഇറങ്ങിയിട്ട് വേണം. ആ സമയത്ത് അങ്ങനെ ബസ് പോയിട്ടുള്ള എന്ത് ചെയ്യും, അതുകൊണ്ട് വേണ്ട, ഇവിടുന്ന് കൊച്ചി ചെല്ലുന്നോടം വരെ ആ ബസ്സിൽ തന്നെ ഇരുന്നാൽ മതി, അവിടുന്ന് പുറത്തേക്കൊന്നും ഇറങ്ങണ്ടെന്നൊക്കെ പറയാം. പിന്നീട് മീനാക്ഷിയോട് പറഞ്ഞു, അതെ വണ്ടിയുടെ ഗ്ലാസ് ഒക്കെ താത്തിയിട്ടിരിക്കണം, അറിയാലോ ചിലപ്പം ഈ തണുപ്പൊക്കെ രാത്രി ആയി കഴിയുമ്പോഴത്തേനും തണുത്ത കാറ്റൊക്കെ വീശി കഴിയുമ്പോഴത്തേനുവേ വല്ല ജലദോഷം കാര്യങ്ങളൊക്കെ പിടിക്കുമെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം മീനാക്ഷി പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ല, അങ്ങോട്ടേക്ക് പോയ ചൂടും കാര്യങ്ങളൊക്കെ അമ്മേ, അങ്ങനെ കുഴപ്പങ്ങളൊന്നും ഇല്ലാന്ന് പറയണം. എന്നാ ശരി പോയിട്ട് വരാൻ പറയണം. ഈ സമയത്ത് ബാലൻ പറഞ്ഞു, എടാ ആകാശെ നിനക്ക് പൈസ വല്ലതും വേണോന്ന് ചോദിക്കണം. ഇത് കേട്ടതും ആകാശ് ഒരു നിമിഷം അങ്ങനെ നോക്കി, എന്നിട്ട് പറഞ്ഞു, അല്ല അത് പിന്നെ അച്ഛ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുവാണ്. ആകാശിന് പണം വേണമെന്നുണ്ട്, പക്ഷെ അച്ഛനോട് എങ്ങനെ ചോദിക്കുന്ന ഒരു മടി കാരണം ഇങ്ങനെ നിൽക്കുമായിരുന്നു. പിന്നീട് ബാലൻ പറഞ്ഞു, അന്നൊരു കാര്യം ചെയ്യുക, പൈസ ആരാന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, കുറച്ച് പൈസയും കൂടെ എടുക്കുവാണ്. കുറെ രൂപയുണ്ടായിരുന്നത്. അങ്ങനെ ബാലന് ആദ്യം തൊട്ട് അവസാനം വരെ ആ പണം അങ്ങോട്ട് മുഴുവൻ അങ്ങോട്ട് എണ്ണുവാണ്. കുറച്ച് പൈസ കിട്ടുമെന്ന് ഓർത്തോണ്ട് ഇങ്ങനെ ആകാശം നോക്കി നിൽക്കുമ്പോഴത്തേനും അതിനകത്ത് 2 500 നോട്ടും കിടത്തു. എന്നിട്ട് പറഞ്ഞു, ഇത് വെച്ചോളാൻ പറയണം. ഒരു നിമിഷം മീനാക്ഷിയും ഇത്രയും ഗോമതിയൊക്കെ പരസ്പരം നോക്കുവാണ്. 1000 രൂപ കൊടുത്തിട്ട് ഇത് പിടിച്ചോളാൻ പറയണം. ആകാശിന് വാങ്ങാനും പറ്റില്ല, വാങ്ങാതിരിക്കാനും പറ്റാത്ത അവസ്ഥ. ആകാശ് വാങ്ങി. 1000 രൂപയുണ്ട്,
ഇതും കൊണ്ട് നീ മിത്രയ്ക്കല്ല മീനാക്ഷിക്ക് വേണ്ടെന്ന് എന്താന്ന് വെച്ചാൽ അതങ്ങോട്ട് വാങ്ങിച്ചു കൊടുത്തോളാൻ പറയാം. എന്ത് വേണം വാങ്ങിച്ചു കൊടുത്തു. അവൾക്ക് ഫുഡ് വേണേ ഫുഡ്, അവൾ പറയുന്നൊക്കെ വാങ്ങിച്ചു കൊടുത്തു. 2 ദിവസം കൊച്ചി നിൽക്കുന്നതല്ലേന്ന് ചോദിക്കും. ഇത് കേട്ടപ്പോ ഗോമതി പറഞ്ഞു, എന്ത് പണിയാ ബാലേട്ട കാണിച്ചേ? 1000 രൂപയും കൊണ്ട് എന്താവാനാന്ന് ചോദിക്കുക. 1000 രൂപയും കൊണ്ട് എന്താവാനാന്നോ? അതെ, മീനാക്ഷിക്ക് അവിടെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ അല്ലേ, പിന്നെ എന്താ കുഴപ്പമിരിക്കുന്നത്? പിന്നെ ഇവർക്ക് പോയി ചുറ്റിക്കറങ്ങാണെങ്കിൽ 1000 രൂപ പോരെ, പിന്നെ അത് തന്നെ ധാരാളം, മിച്ചം പൈസ വരുമെന്ന് പറയാം. ഇത് കേട്ടപ്പം മിത്ര പറഞ്ഞു, അതെ അങ്കിള് ഇവിടുത്തെ പോലൊന്നും അല്ല അവിടെ. കൊച്ചിയിൽ എല്ലാത്തിനും നല്ല വിലയായിരിക്കും എന്ന് പറയാം. എന്ത് സാധനം മേടിക്കാൻ നല്ല പൈസയും. അപ്പൊ ആ പൈസ തികയോന്ന് ചോദിക്കാം. പിന്നെ അത്ര വലിയ വിലയും കാര്യങ്ങളൊന്നും കാണത്തില്ല. അതെ, ആ പൈസയുടെ ഒക്കെ കാര്യങ്ങൾ നടത്തിയാൽ മതി. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ 2 പേര് പോകുന്നതിന് ഇതിന് മാത്രം എന്താ ചെലവിരിക്കണേന്നൊക്കെ ചോദിക്കുക. ആ സമയം വല്ലാത്തൊരു സങ്കടമായി ആകാശിന്. ഒന്നും അച്ഛനോട് തിരിച്ചു പറയാനും പറ്റില്ല, വേറെ പൈസ ചോദിക്കാനും പറ്റില്ല. ആകപ്പാട് 1000 രൂപയല്ലേ തന്നേ. പിന്നീട് ആകാശ് കൂടുതലൊന്നും പറയാൻ പോയില്ല. ആകാശ് ഒന്നും മിണ്ടാതെ അങ്ങോട്ടേക്ക് ഇറങ്ങുവാണ്. ഈ സമയത്ത് അനുസരി വന്നിട്ട് പറഞ്ഞു, അതെ എനിക്കൊരു 100 രൂപ തരാവോ ചേട്ടൻ ആകാശിനോട് ചോദിക്കണം. 100 രൂപ നിനക്കെന്തിനാ? അത് പിന്നെ എന്നോട് നിൽക്കുമ്പോഴത്തേനും മീനാക്ഷി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നീ പൈസ പിടിച്ചോ, 500 രൂപ വേണം നിനക്ക് ഞാൻ തരാന്ന് പറയണം. വേണ്ട, മീനാക്ഷി അടുത്ത് പൈസ തരണ്ടെന്ന് പറയാം. അതെന്താ? അതെ, എന്തെങ്കിലും വാങ്ങിക്കാനായിട്ട് ഞാൻ മീനാക്ഷി അടുത്തിട്ട് പൈസ എന്ന് വിടാനായിരുന്നു 100 രൂപ ആകാശനോട് ചോദിച്ചെന്ന് പറയാം. ആ അതിനായിരുന്നോ? അതെ, നിനക്ക് വരുമ്പോ എന്താ വേണ്ടെന്ന് പറഞ്ഞാൽ മതി, ഞാൻ വാങ്ങിച്ചോണ്ട് വരാന്ന് പറയണം. മീനാക്ഷി അടുത്തേക്ക് ഇഷ്ടമുള്ള എന്താന്ന് വാങ്ങിച്ചോണ്ട് വന്നാൽ മതി അവിടുന്ന് വരുമ്പോ. ശരി ശരി, ഞാൻ വാങ്ങിച്ചോണ്ട് വരാം എന്നൊക്കെ പറയാം. അങ്ങനെ അവർ പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോഴത്തേനും ഗോമതി പെട്ടെന്ന് വന്നിട്ട് പറഞ്ഞു, അതെ സൂക്ഷ്യം കണ്ടുമൊക്കെ പോണം കേട്ടോ എന്ന് പറയണം. അതൊക്കെ ഏറ്റമ്മയെന്ന് പറയണം. പിന്നീട് ഗോമതി തന്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ എടുത്തിട്ട് മീനാക്ഷിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് ഇത് വെച്ചോളാൻ പറയണം. വേണ്ടമ്മേ, ഇതിന്റെ ആവശ്യമില്ല, വെച്ചോ, ആവശ്യം എന്തേലും വന്നാലോ. അതിലൂടെയൊക്കെ പോയിട്ട് പിന്നെ ചുറ്റിക്കറങ്ങാവുള്ളല്ലേ, എല്ലായിടവും നന്നായിട്ട് കാണണം കേട്ടോ. പിന്നെ ഒരു കാര്യമുണ്ട്, സിനിമ കാണാൻ കയറണ്ട. 1600 രൂപ കൊടുത്ത് സിനിമ കണ്ട കാര്യമുണ്ടോ? അതിന്റെ ആവശ്യമില്ല. വേറെ എന്ത് വെള്ളം പോയി കാഴ്ചകളുണ്ടോ? അവിടേക്ക് ഇഷ്ടം പോലെ കാണാനുണ്ട്. മറൈൻ ഡ്രൈവ്, ബീച്ച് എന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ. അവിടെയൊക്കെ പോയി 2 ദിവസം നന്നായിട്ട് അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്യാൻ പറയണം. ഗോമതിക്ക് അറിയാം മീനാക്ഷിനെ കുറിച്ചും ആകാശിനെ കുറിച്ചൊക്കെ നന്നായിട്ട്. അവരുടെ ഈ പ്രായത്തിൽ അവർക്ക് അടിച്ചു പൊളിച്ച് നടക്കേണ്ട പ്രായമാണെന്നും അറിയാം. കാരണം ഇവിടെ എപ്പോഴും വീട്ടിൽ തന്നെ ഒരു പുറത്ത് ഇങ്ങനെ ട്രിപ്പ് പോരോ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ പോകുന്ന സമയത്ത് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് വരുവാണെങ്കിൽ അതല്ലേ നല്ല കാര്യം. പിന്നീട് മീനാക്ഷി പറഞ്ഞു, എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ടും ചെയ്തോളാമേ എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങോട്ട് ഇറങ്ങുവാണ്. ഈ സമയം ഗോമതിക്ക് ആ പഴയ ടെൻഷനായിപ്പോയി, മീനാക്ഷിയും ആകാശും കൂടെ പോകുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ. പിന്നീട് അവര് ബസ് സ്റ്റാൻഡിലേക്ക് പോയി നിൽക്കുക. അപ്പൊ 10 മണിക്കാ ബസ്. അപ്പോഴേക്കും അവരുടെ കൂടെ കൊണ്ടുവിടാനായിട്ട് വന്നേ ആര്യനായിരുന്നു. അങ്ങനെ അവിടെ വന്ന് നിന്ന് കഴിഞ്ഞപ്പത്തിന് ആര്യൻ എന്ത് ചെയ്യണം, ഇപ്പോൾ കുറച്ച് സ്നാക്സ് ഒക്കെ പോയി മേടിച്ചോണ്ട് വരുവാണ്. കൊണ്ടിട്ട് ആകാശിന്റെ ഇലയ്ക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇതേ ആകാശേട്ടാ ഇത് പിടിച്ചോളാൻ പറയണേ. ഇതൊക്കെ എന്തിനാടാന്ന് ചോദിക്കണം. ഇത് പിടിച്ചോളാൻ പറയണം. ആ സമയത്ത് മീനാക്ഷി ഫോൺ ചെയ്തിട്ട് അപ്പുറം മാറി നിൽക്കുന്നുണ്ടായിരുന്നു. ഇതിന്റെ ഒന്നും ആവശ്യമില്ലടാ, ബസ്സൊക്കെ എടുക്കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ ഉറങ്ങത്തില്ലേ, ഇതൊക്കെ എങ്ങനെ എപ്പോൾ കഴിക്കാനെന്ന് നിൽക്കും. ചിലപ്പോൾ പാദയാത്രയാകുന്ന സമയത്ത് ചിലപ്പം വിശന്നാലോ, അതുകൊണ്ട് ഇതൊക്കെ വേണമെന്ന് പറയാണ്. പിന്നീട് ചോദിച്ചു, അല്ല ആകാശേട്ടന്റെ മുഖത്ത് എന്താ ഒരു ബുദ്ധിമുട്ട് പോലെ? കല്യാണം കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടല്ലേ 2 പേരും കൂടെ ഒറ്റയ്ക്ക് ട്രിപ്പ് പോകുന്നേ, അതിന്റെ സന്തോഷമൊന്നും മുഖത്ത് കാണുന്നില്ലോ എന്ന് പറയാണ്. ഇത് കേട്ടത് ആകാശ് പറഞ്ഞു, അല്ല അത് പിന്നെ കാര്യം എന്താന്ന് പറ ആകാശേട്ടാ. എടാ, ഒന്നാമത്തെ കാര്യം പൈസ ഇല്ല. അച്ഛൻ ആ പടം 1000 രൂപ തന്നേ, അതുകൊണ്ട് എന്താവാനാ, നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കാര്യം പറഞ്ഞാൽ മീനാക്ഷിയുടെ പണം ഉണ്ട്, പക്ഷേങ്കിൽ അവൾക്ക് എന്തെങ്കിലും ഒരു കാര്യം മേടിച്ചു കൊടുക്കുന്നതിന് എനിക്ക് അവളോട് പൈസ ചോദിക്കാൻ പറ്റുമോ? ഒരു ഐസ്ക്രീം മേടിച്ചിട്ട് ഒരു 100 രൂപയും തന്നേ അതിന് കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പരൊരു നാണക്കേട് വേറെ ഉണ്ടോ? അതുകൊണ്ടൊരു വിഷമം. ഇത് കേട്ടപ്പം ആര്യം പറഞ്ഞു, എനിക്കറിയാം ആകാശേട്ടാ, ആകാശേട്ടന്റെ ബുദ്ധിമുട്ട് എന്താന്ന്. അച്ഛൻ നോക്കിക്കഴിഞ്ഞപ്പോൾ 1000 രൂപ തന്നു കഴിഞ്ഞപ്പത്തിന് അച്ഛന് വലിയ ഇതാ. പക്ഷെങ്കിൽ അതല്ല ഇന്നത്തെ കാലത്ത് അങ്ങനെ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിലേ. ഇത് കേട്ടപ്പം ആകാശ് പറഞ്ഞു, അത് പിന്നെ അതുകൊണ്ട് മാത്രമല്ല, ഇങ്ങോട്ട് തിരികെ വരുമ്പോൾ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ടൊക്കെ വേണ്ടേ വരാനായിട്ട്, അതിനൊക്കെ പൈസ വേണ്ടേ, അതിനും എനിക്ക് മീനാക്ഷിയോട് ചോദിക്കാൻ പറ്റുമെന്ന് നിൽക്കും. ആര്യം പെട്ടെന്ന് എൻ്റെ പോക്കറ്റിൽ നിന്ന് കുറച്ച് പൈസ എടുക്കുകയാണ്. ഇത് 800 രൂപയുണ്ട്, ഇത് വെച്ചോളാൻ പറയണം. ഇതെന്തിനാ? ഇത് വെച്ചോ ആകാശേട്ടാ. വേണ്ട വേണ്ട, എനിക്ക് വേണ്ടാന്ന് പറയാം. എടാ, പൈസയൊക്കെ മീനാക്ഷിയുടെ ഉണ്ടെന്ന് പറയാം. പിന്നെ അവളോട് ചോദിക്കാൻ മടിയായിട്ടുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞെന്ന് പറയണം. ആ സാരില്ല എന്ന് പറയണം. അപ്പത്തേനും മീനാക്ഷി ഫോൺ വിളിച്ചിട്ട് അങ്ങോട്ട് വന്നു. മീനാക്ഷി വന്നിട്ട് ചോദിച്ചു, എന്താ? 2 പേരും കൂടെ ഓഹോ പൈസ കൊടുക്കണോ? ഇത്രമാത്രം പൈസ ഉണ്ടോ ആര്യ നിന്റെ കയ്യിൽ നിന്ന് ചോദിക്കാം. അല്ല അത്രയ്ക്കൊന്നും ഇല്ല ഏട്ടത്തി. അതെ, ആ പൈസയൊക്കെ നിന്റെ വെച്ചാൽ മതി, ഞങ്ങൾക്കുള്ള ആവശ്യമുള്ള പൈസ ഞങ്ങളുടെ കയ്യിലുണ്ട്, എൻ്റെ ഈ പൈസ ഉണ്ടെന്നേ, നീ അതോർത്ത് ടെൻഷൻ അടിക്കൊന്നും വേണ്ടാന്ന് പറയണ. ഇത് കേട്ടപ്പം ആര്യം പറഞ്ഞു, അല്ല ഏട്ടത്തി അത് ഞാൻ വേണ്ട വേണ്ട, നീ തന്നെ കൈവച്ചു, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയാ, അതിങ്ങനെ വെറുതെ ചെലവാക്കി കളയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആര്യനെ ഉപദേശിക്കുകയും കൂടെ ചെയ്യുവാണ്. അപ്പോഴേക്കുമാണ് ധർമ്മൻ അങ്ങോട്ടേക്ക് ഓടി വരുന്നേ.
ധർമ്മം വന്നിട്ട് പറഞ്ഞു, അതെ പോവാനായിട്ട് ഇത്ര പെട്ടെന്ന് ഇറങ്ങിയോ നിൽക്കും, പിന്നല്ലാതെ ബസ് ഇപ്പൊ തന്നെ വരത്തില്ലേന്ന് ചോദിക്കാം. ഈ സമയം ധർമ്മം പറഞ്ഞു, പോന്നോക്കൊള്ളാം, ഒരു കാര്യം ചെയ്യണം, 2 ദിവസത്തെ ട്രെയിനിങ് എന്നല്ലേ പറഞ്ഞേ, ഒരു ഒരു കാര്യം ചെയ്യ, നിങ്ങൾ ഈ ഇട കല്യാണം കഴിഞ്ഞുള്ള കപ്പിൾസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ട്രെയിനിങ് ഒഴിവാക്കിയിട്ട് ആ 2 ദിവസം കൊണ്ട് അടിച്ചു പൊളിക്കുക, ആരും അറിയാനൊന്നും പോകുന്നില്ലോ, അത് മാത്രമല്ല ആളെയും വിളിക്കുകയാണെങ്കിൽ ഫോൺ എടുക്കുകയും ചെയ്യണ്ട എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം ആര്യനും ആകാശം എല്ലാരും കൂടെ ചിരിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.